തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് 15-ാം തീയതി കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലാണ് പൊതുയോഗം. 15-ന് കുന്നംകുളത്തെ പ്രചാരണ യോഗത്തിലും മോദി പങ്കെടുക്കും. വി വിനോദ് ആണ് ചേരുന്നത്. വിനോദ്, വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പായി തന്നെയാണ് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ BJP കേരളത്തിൽ കാണുന്നത്, പ്രത്യേകിച്ച് കേന്ദ്ര നേതൃത്വം. തുടർച്ചയായി പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തിയ പശ്ചാത്തലം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി തുടർച്ചയായി കേരളത്തിലെത്തിയിരുന്നു. തൃശ്ശൂരിലും പാലക്കാടും അടക്കം അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത പശ്ചാത്തലമുണ്ടാകുന്നു. പിന്നീട് പത്തനംതിട്ടയിലെത്തിയിരുന്നു. ഇപ്പോഴിതാ തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനാണ്, കേന്ദ്രമന്ത്രിയാണ് അവിടുത്തെ NDA സ്ഥാനാർത്ഥി. വലിയ വിജയപ്രതീക്ഷ NDA പുലർത്തുന്ന മണ്ഡലത്തിൽ ഒന്നാണ്. പ്രധാനമന്ത്രിയുടെ ഷെഡ്യൂൾ കൃത്യമായും അറിയാൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളുടെ പ്രചരണം അത് തന്നെയാണ് BJP വീണ്ടും ലക്ഷ്യം വെക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി വീണ്ടും ഒന്നുകൂടി അവസാന ലാപ്പിൽ വോട്ടർമാരിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുക, അവരുടെ വോട്ടുകൾ സമാഹരിക്കുക എന്ന ഒരു നീക്കം തന്നെയാണ് BJP ഈ ഒരു നീക്കത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ അസംബ്ലി മണ്ഡലമാണ് കാട്ടാക്കട. ആറ്റിങ്ങൽ പാർലമെന്റിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ്. ക്രിസ്ത്യൻ കോളേജിലാണ്, കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലാണ് പ്രധാനമന്ത്രി എത്തുന്നത്. ഈ പ്രദേശത്തെ സംബന്ധിച്ചുള്ള പ്രത്യേകത എന്നത് ആറ്റിങ്ങൽ മണ്ഡലവും തിരുവനന്തപുരം മണ്ഡലവും അതിർത്തി പങ്കിടുന്ന മേഖലയാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങൾ, അതിനു പുറമെ തിരുവനന്തപുരത്തെ പാറശാല, നെയ്യാറ്റിൻകര, കോവളം ഈ 3 നിയോജക മണ്ഡലങ്ങളിൽ ഉള്ള പ്രവർത്തകരെ കൂടി കൊണ്ടുവരുന്നു. മാത്രവുമല്ല, ഈ വരുന്ന പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. BJPയുടെ വലിയൊരു നീക്കം തന്നെയാണ്. ഇതുവരെയും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാകട്ടെ, അല്ലെങ്കിൽ അതിനു മുൻപ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്നപ്പോഴാകട്ടെ, അദ്ദേഹത്തിന്റെ പരിപാടികളെല്ലാം മിക്കവാറും നഗരത്തിലായിരുന്നു. സെൻട്രൽ സ്റ്റേഡിയമോ അല്ലെങ്കിൽ ആ തരത്തിൽ നഗര കേന്ദ്രീകൃതമായി മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പൊതുസമ്മേളനങ്ങൾ മിക്കവാറും നടന്നിരുന്നത്. അല്ലെങ്കിൽ അങ്ങനെ വിശേഷപ്പെട്ട സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ മാത്രമാണ് നഗരം വിട്ടുള്ള പരിപാടികൾ ഉണ്ടായിരുന്നത്. ഇത് തിരഞ്ഞെടുപ്പ് യോഗം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പൊതുസമ്മേളനം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ വെക്കുമ്പോൾ അത് റൂറൽ മേഖലയാണ്. തിരുവനന്തപുരം റൂറലിൽ ഉൾപ്പെടുന്ന ഒരു മേഖലയാണ്. അവിടെ മലയോര മേഖലയിലുള്ളവർ, കർഷകർ, സാധാരണ ജനങ്ങൾ, ഇവരിലൊക്കെയും ഈ വോട്ടർമാരെ സംബന്ധിച്ച് അവരുടെ അടുത്തേക്ക് പ്രധാനമന്ത്രി എത്തുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ BJPക്ക് സാധിക്കുന്നു ഈ ഒരു നീക്കത്തിലൂടെ. മാത്രവുമല്ല, അവിടം കേന്ദ്രീകരിച്ചുള്ള നാടാർ വോട്ടുകൾ അതൊരു വലിയ ഘടകം തന്നെയാണ്. കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഒക്കെയും ശശി തരൂരിന് വലിയ തോതിൽ പിന്തുണ നൽകിയത് ആ മേഖലയിൽ നിന്നുള്ള വോട്ടുകളായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും പാറശാല, നെയ്യാറ്റിൻകര, കോവളം മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം കൊണ്ടായിരുന്നു ശശി തരൂരിന്റെ വിജയം സംഭവിച്ചത്. ആ വോട്ടുകൾ സമാഹരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു നീക്കത്തിലൂടെ BJP ലക്ഷ്യമിടുന്നതെന്ന്. അതാണ് 15-ാം തീയതി പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുമെന്നത് നേരത്തെ തന്നെ അറിഞ്ഞ വാർത്തയാണ്. പക്ഷേ തൃശൂർ, പാലത്തൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ ആയിരിക്കും പ്രധാനമന്ത്രി ഫോക്കസ് ചെയ്യുക എന്നതായിരുന്നു വിവരം. പക്ഷേ ഇപ്പോഴിതാ തിരുവനന്തപുരത്തേക്ക് പ്രധാനമന്ത്രി എത്തുന്നു എന്ന വിവരം കൂടിയാണ് വിനോദ് പങ്കുവെക്കുന്നത്.